ജീവോൽപത്തി. ചാന്ദ്ര ഭൗമ ഗുണവിശേഷങ്ങൾ ജീവനിൽ എപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ജീവജാലങ്ങളുടെ ശരീരവും പ്രവർത്തനഗതിയും വികാര വിചാരങ്ങളും പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പരിണാമഘട്ടങ്ങൾ ഏറെ കടന്ന് ജീവൻ മനുഷ്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും നിരന്തരമായി ആദിരൂപത്തിന് അനുഭവമായിരുന്ന വായുപ്രവാഹത്തിന്റെ തുടർച്ചയും തനിയാവർത്തനത്തിലൂടെ വന്ന പരിണതിയുമായി ശ്വാസോച്ഛ്വാസഗതി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെയും ഇതര ജീവികളുടെയും ശരീരത്തിലെ നിരന്തര സാന്നിധ്യമായ ജലത്തിന്റെ പ്രവർത്തനവും വിചാരത്തിന്റെ ഈ വഴികളെ ശരിവയ്ക്കുന്ന തരത്തിലാണ്. ജലത്തിൽ ജനിച്ച് നിരന്തരമായി ജലം ഉൾക്കൊണ്ടു വളർന്ന് നിരവധി പരിണാമഘട്ടങ്ങൾക്കു ശേഷം മനുഷ്യനായി തുടരുമ്പോഴും നിലനിൽപ്പിനായി ജീവൻ ജലത്തെ ആശ്രയിക്കുക തന്നെ ചെയ്യുന്നു. ശരീരമാകട്ടെ ഭൗമസത്തയുടെ സംഗമവുമായി കാണാനാവുന്നു. ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങളായി ആരംഭം മുതൽ നിരന്തരം ലഭ്യമായിരുന്ന ജലമോ വായുവോ പ്രകാശമോ കൃത്യമായി ലഭിക്കാതെ വന്നാൽ പ്രവൃത്തി തുടരാനാവാതെ ശരീരം നിശ്ചലമായി നശിക്കുകയും ഭൂമിയിൽ ലയിച്ചു പോവുകയും ജീവൻ പ്രകൃതിയിൽ ലയിച്ച് സൂക്ഷ്മാവസ്ഥയായി തീരുകയും ചെയ്യുന്നു. ജീവന് സാധ്യമാകുന്ന ജലത്തിന്റെയും വായുവിന്റെയും പ്രകാശത്തിന്റെയും ഒക്കെ ലഭ്യതയുടെ കൃത്യത എന്നതാകട്ടെ നിരന്തരമായ കൃത്യതയോടെയുള്ള ജ്യോതിർഗോളങ്ങളുടെ ആകർഷണ വിശേഷത്താലും തൽഫല പ്രവർത്തനങ്ങളാലും സംഭവിക്കുന്നതുമാണ്. ഭൂമിയുടെ ഭ്രമണത്തിലൂടെ ഋതുഭേദങ്ങൾ ആവർത്തിക്കുന്നു. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. അതുകൊണ്ട് തന്നെ ജ്യോതിർഗോളങ്ങളുടെ അടിസ്ഥാന സ്വഭാവമായ ആകർഷണ നൈരന്തര്യവും ശരീരത്തോടെയുള്ള ജീവന്റെ പ്രവർത്തനക്ഷമതയിൽ സൂക്ഷ്മമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ജ്യോതിർഗോളങ്ങളുടെ ദൃശ്യമാകുന്ന പ്രവർത്തന സ്വഭാവം എന്നതുപോലെ സൂക്ഷ്മമായ ആകർഷണ ശക്തിയും ജീവന്റെ അടിസ്ഥാന കാരണശക്തി ആകുന്നുവെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. സൗരയൂഥത്തെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ജീവപ്രവർത്തനങ്ങളുടെ ഊർജവും കാരണവുമായി നിലകൊള്ളുന്നു. വെളിച്ചം എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവവൈഭവങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അറിവുമാണ്. സൃഷ്ടിയുടെ പ്രാരംഭകർമ്മത്തിൽ ആൺ സ്വഭാവത്തിന്റെ പ്രാതിനിധ്യമാകുന്ന സൗരയുധ വൈഭവമാണ് ചന്ദ്രൻ. പ്രകൃതിയുടെയും ചന്ദ്രന്റെയും ഭാവവൈവിധ്യങ്ങളുടെ പ്രത്യക്ഷതയാണ് ജീവികളിലെ ആൺരൂപങ്ങൾ. ഭൂമിയാകട്ടെ കാൽപ്പനിക ഭാഷയിൽ പറയുന്ന ത്രൈണ മാതൃഭാവത്തിന്റെ പ്രാപഞ്ചിക പ്രാതിനിധ്യമായിരുന്ന് സൃഷ്ടികർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പുതുജീവനെ സൗരയൂഥത്തിന്റെ മൊത്തമായ പദ്ധതി നിമിത്തം ജനിപ്പിക്കുകയും ചെയ്യുന്നു. പെൺരൂപങ്ങൾ ജീവികളിലെ പ്രകൃതിയുടെ പ്രാതിനിധ്യങ്ങളാണ്. ആൺജീവി പെൺജീവിയെ സംബന്ധിച്ച് സൃഷ്ടിദായകമായ ഊർജം പ്രദാനം ചെയ്യുന്ന ശേഷിയാകുന്നുവെങ്കിലും അവനിൽ നിന്ന് നേരിട്ട് പുതിയൊരു ജീവൻ ജനിക്കുന്നതായി കാണുന്നില്ല. ആൺഗുണമുള്ള ജീവി മറ്റൊരു ജീവിക്ക് ജന്മകാരണമായി പ്രവർത്തിക്കുന്നു എന്ന അറിവ് അനുഭവത്തിന്റെ മാത്രം വ്യക്തതയായി നിലകൊള്ളുന്നു. ഇതുപോലെ തന്നെയാണ് ജീവനിർമ്മാണത്തിനായി പ്രകൃതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചന്ദ്രനും പ്രവർത്തിക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിപ്രദായകമായി സംഭവിക്കുന്നത് നേരിട്ട് കാണാനാവാത്തതുകൊണ്ട് ജീവോൽപത്തിയിലെ ചന്ദ്രന്റെ പങ്ക് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു. പെൺജീവിയെ സംബന്ധിച്ച് അവളിൽ നിന്ന് നേരിട്ട് ജീവരൂപം പുറത്തു വരുന്നതുകൊണ്ട് പ്രത്യക്ഷതയിൽ സൃഷ്ടി അവകാശം പെണ്ണിൻ്റെതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ ജീവോൽപത്തിയിലും സൃഷ്ടികർമ്മത്തിലെ പങ്കാളിത്തത്തിലും ചന്ദ്രന്റെയും ഭൂമിയുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ജനനകാരകനായി നിന്ന് പ്രവർത്തിക്കുന്ന ചന്ദ്രന്റെ
ഏതുതരം അവസ്ഥയാണ് ഭൂമിയിൽ ജീവോൽപത്തിക്ക് കാരണമായി തീരുന്നതെന്ന് കാണേണ്ടതുണ്ട്. ഭൂമിക്ക് ചന്ദ്രൻ അതിന്റെ പ്രവർത്തനം കൊണ്ട് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവുമായി അനുഭവപ്പെടുന്നു. വെളുത്ത വാവിൽ ചന്ദ്രൻ പൂർണ്ണതയോടും ശോഭയോടും കൂടി ഭൂമിയിൽ അതിന്റെ പരമാവധി സ്വാധീനം ചെലുത്തുന്നു. ഊർജ സ്രോതസ്സായി കേന്ദ്രരൂപമായി നിലകൊള്ളുന്ന സൂര്യനും സൂര്യനെ ഭ്രമിക്കുന്ന ഭൂമിയും ഭൂമിയെ ഭ്രമിക്കുന്ന ചന്ദ്രനും ഒരു നേർരേഖയിൽ വന്ന് രാപ്പകൽ എത്തി നിൽക്കുന്ന പ്രകാശപൂർണതയോടെയും പരമാവധിയിൽ എത്തുന്ന ആകർഷണത്തോടെയും പ്രവർത്തിക്കുന്ന അനുഭവമാണ് വെളുത്തവാവ്. ഊർജത്തിന്റെ അടിസ്ഥാന ഭാവമായ കേന്ദ്രീകൃത ആകർഷണത്തിന്റെയും തൽഫലമായ പരസ്പരാകർഷണത്തിന്റെയും പ്രാപഞ്ചികമായ വൈവിധ്യങ്ങളിൽ വികർഷണ സ്വഭാവമുള്ള സൂക്ഷ്മോർജമായ പ്രകാശത്തിന്റെയും ഭൗമനിക്ഷേപ സത്തകളുടെയും പരിപൂർണവും സംശുദ്ധവുമായ സംഗമാവസ്ഥയിൽ മാത്രമേ ജീവനിർമ്മാണം എന്ന പ്രകൃതി പരിണതി സംഭവിക്കുകയുള്ളൂ. ഇപ്രകാരമായതിനാൽ ജീവൻ എന്നത് സകല ഊർജവിശേഷങ്ങളുടെയും സംഗമ സത്തയും ആകുന്നു. ജീവൻ എന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമാണ്. ഊർജത്തിന്റെ സകലവിധ ഭാവങ്ങളുടെയും സംഗമസത്ത ജീവൻ ആയി മാറുന്നു എന്നതുകൊണ്ട് വിത്തിൽ ചെടി എന്ന പോലെ ജീവനിൽ പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മാംശങ്ങൾ അപ്പാടെ ഒളിച്ചിരിക്കുന്നതായി ബോധ്യപ്പെടാനുമാവുന്നു. വെളുത്തവാവിനോട് അടുത്ത ദിവസങ്ങളിൽ ചന്ദ്രൻ പ്രകാശമാനമായിരിക്കുന്നുവെങ്കിലും പൂർണ്ണതയുള്ളത് ആകുന്നില്ല. ഈ അപൂർണമായ തിളക്കവും പ്രത്യക്ഷതയും ആൺപെൺ സംഗമത്തിലെ സൃഷ്ടിക്കുതകുന്ന ആണിന്റെ ഊർജവർഷത്തോളം എത്താത്ത ആകർഷണത്തിനും സംഗമത്തിനും ഒക്കെ തുല്യമാകുന്നു. പാരമ്യത്തിലേക്ക് അടുക്കുന്ന ആൺപെൺ സംഗമാവേശത്തിന്റെ കാരണതരവും പ്രാപഞ്ചികവുമായ ആവിഷ്കാരം. ലൈംഗികമായ ബന്ധപ്പെടലിന് ശേഷം സംഭവിക്കുന്ന ആൺപെൺ ജീവികളുടെ വികർഷണത്തിന്റെ കാരണതരവും പ്രാപഞ്ചികവുമായ ആവിഷ്കാരം. പൗർണമിയാകട്ടെ രാപ്പകൽ നീളുന്ന പ്രകാശത്താലും സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന ആകർഷണ പൂർണ്ണതയാലും ജീവി എന്ന നിലയിൽ ആൺപെൺ സംഗമത്തിനും പെണ്ണിലേക്കുള്ള ആണിന്റെ ഊർജവർഷത്തിൻ്റെതായ നിമിഷത്തിനും തുല്യമായ സൗരയൂഥ പദ്ധതിയുമാകുന്നു. സൃഷ്ടിദായകമായ ഊർജം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആകർഷണ ശക്തിയും പ്രകാശത്തിന്റെ പൂർണ്ണതയും പൗർണമിയിലേതുപോലെ മറ്റേതെങ്കിലും അവസരത്തിൽ ഭൂമിക്ക് ലഭ്യമാകുന്നില്ല. അതിശക്തമായി വരുന്ന ആകർഷണവും പ്രകാശവും പ്രവർത്തനക്ഷമതയും പരിവർത്തനം പ്രാപിച്ച പൂർണ്ണതയായി പെൺജീവികൾക്ക് ആൺജീവികളിൽ നിന്ന് സൃഷ്ടിദായകമായ ഊർജം ലഭ്യമാകുന്ന അവസ്ഥയെ കണ്ടെത്താനാവുന്നു. പൗർണമിയുടെ രാപ്പകൽ എത്തി നിൽക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ പ്രകാശോജ്വലതയും പൂർണ്ണതയിൽ എത്തുന്ന പരസ്പരാകർഷണവും ചേരുന്ന ഊർജവർഷവും സാധ്യമാവാത്ത പക്ഷം ജൈവാനുകൂല ഭൗമപ്രത്യേകത എത്ര തന്നെ ശക്തമായിരുന്നാലും ഭൂമിയിൽ ആദിജീവന്റെ സ്പന്ദനം സാധ്യമാക്കാൻ ഭൂമിക്കോ മറ്റേതെങ്കിലും ശക്തിക്കോ ആവുമായിരുന്നില്ല. പൗർണമിയിൽ ഭൂമിയിലെ ജൈവാനുകൂല വിശേഷങ്ങളുമായി സംഗമിക്കുന്ന ചാന്ദ്രധൂളിയെ കാലദൈർഘ്യം കൊണ്ട് പാകപ്പെട്ട സ്ഥൂലരൂപമില്ലാത്ത പ്രകാശത്തിന്റെ സ്ഥൂലാവസ്ഥയായും സൗരചാന്ദ്ര ആകർഷണ ശക്തിയുടെ സംയുക്ത നിക്ഷേപമായും പരിഗണിക്കാനാവുന്നു.